വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പൊ ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് അമലാണ്. അമൽ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ ഓക്കെ, അമലിന്റെ സ്ഥലം എവിടാ? ആലപ്പുഴയാണല്ലേ? ആലപ്പുഴ സൈഡ് തന്നെ. ഓക്കെ, അപ്പം ഇപ്പൊ എന്താ അമൽ ചെയ്യുന്നേ? ഞാൻ കറന്റ് ഇവിടെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. SBC കെയർ പ്രൊഡക്ട്സ്. കാര്യം അത് ഞങ്ങളുടെ ഫേം തന്നെയാണത്, ഫാമിലി ഫേം തന്നെയാണത്. അവിടെ ഞാൻ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തു എത്ര ടൈമായി സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്കിങ്? ഏകദേശം ഞാനിപ്പോൾ കറന്റ്ലി ഒരു 1 year ആയി ഇവിടെ. നേരത്തെ ഇവിടെ സെയിൽസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാറി റീറ്റെയിൽ ഫീൽഡിലേക്ക് മാറിയായിരുന്നു. റീറ്റെയിൽ ഫീൽഡിലേക്ക് മാറിയിട്ട് ഇപ്പൊ ഇതിലേക്ക് പോകുന്നതാണ്. റീറ്റെയിൽ ഫീൽഡിൽ ഏകദേശം ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. 3 to 4 years എക്സ്പീരിയൻസ് ഉണ്ട് റീറ്റെയിൽ ഫീൽഡിൽ. ലാസ്റ്റ് ഇയർ റീറ്റെയിൽ ഫീൽഡിൽ പോകുന്നപ്പോ ഒരു SM പോസ്റ്റിൽ നിന്നാണ് ഞാൻ അവിടെ റിസൈൻ ചെയ്ത് പോകുന്നത്. അങ്ങനെ ഇവിടെ കയറിയത്. അവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം അവോധയുടെ ക്യാമ്പസ് ഡ്രൈവ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? ഓക്കെ, തൃശ്ശൂർ പോയി അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പം അവിടുന്ന് പ്ലേസ്മെന്റ് കിട്ടിയില്ലായിരുന്നു? രണ്ടിടത്തേക്ക് വിളിച്ചിട്ടുണ്ട് അവര്. ഓക്കെ, എവിടൊക്കെയാണെന്ന് പറയാമോ? ഒന്ന് ഒബർലോ എന്ന് പറഞ്ഞൊരു കമ്പനി, കൊല്ലത്തേക്ക്. അവരിപ്പോ തേഴ്സ്ഡേ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവര് അന്നേ പറഞ്ഞതാണ് 3 days അവരെ അറിയിക്കാം. ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ 1 week ആണ് പറഞ്ഞത്. എന്നോട് 2 to 3 days അറിയിക്കാൻ അവർ പറഞ്ഞു. ഓഫർ ലെറ്റർ വന്നില്ലായിരുന്നോ? ഓഫർ ലെറ്റർ ഡിജിറ്റലായിട്ട് ഫോണിലേക്ക് തന്നെ വന്നത്. അത് മാത്രമല്ല, ഇന്നലെ ഈവനിങ് ഇമ്പാക്ട് ബിയോണ്ട് ബിസിനസ് എന്ന് പറഞ്ഞ കൂടി വിളിച്ചിട്ടുണ്ട്. അവരും കൂടി വിളിച്ചിട്ടുണ്ട്. കണ്ണൂരാണ് അവരുടെ ബ്രാഞ്ച് എന്ന് പറഞ്ഞത്. രണ്ടിടത്തുനിന്നാണ് വന്നേക്കുന്നല്ലേ? ചൂസ് ചെയ്തേ, ഏതിന് പോവാ? എനിക്കിപ്പോ ഒന്ന് ആപ്റ്റായിട്ട് തോന്നുന്നത് കണ്ണൂർ ഇമ്പാക്ട് ബിയോണ്ട് ബിസിനസ് ആണ്. അവർ കുഴപ്പമില്ല, അത് നല്ലൊരു പോസ്റ്റുമാണ്. സർക്കുലേഷൻ മാനേജർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്കാണ് അവർ വിളിച്ചേക്കുന്നത്. അങ്ങനെ വിളിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം അവോധയുടെ പ്ലേസ്മെന്റ്സ് എല്ലാം നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്ത് കാണുമല്ലോ. 2 പ്ലേസ്മെന്റ്സ് ഒക്കെ ഒരുമിച്ച് വരുന്നത്. ഓക്കെ, നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ വന്ന കമ്പനീസ് ഒക്കെ അത്യാവശ്യം നല്ല കമ്പനീസ് ആയിരുന്നു. നല്ല കമ്പനീസ്. അപ്പം ഏതിലേക്ക് പോകണം ചൂസ് ചെയ്തേക്കുന്നത് പറയാമോ? ഞാൻ ഇമ്പാക്ട് ബിയോണ്ട് ബിസിനസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അതുകൊണ്ട്. തൃശ്ശൂർ ബേസ്ഡ് അല്ലേ? തൃശ്ശൂർ ബേസ്ഡ് അല്ല, എനിക്ക് കണ്ണൂർ ബേസ്ഡ് ആണ്. അവിടെ കണ്ണൂരാണ് അവിടെ ചെല്ലാൻ പറഞ്ഞത്. അപ്പം പ്ലേസ്മെന്റ് ഡ്രൈവിന് മുമ്പ് അവോധയെ പറ്റി കേട്ടിട്ടുണ്ടോ? എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞേ? പിന്നെ എന്റെ ഫ്രണ്ട് അവിടെ വർക്കിംഗ് ഉണ്ട്, 2 പേരുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണോ അറിഞ്ഞത്? അങ്ങനെ. അപ്പൊ അവര് മുഖേനയാണ് ഞാൻ ഇവിടെ വരുന്നത്. പിന്നെ എനിക്ക് അറിയാം നേരത്തെ ഇവര് ഓൺലൈൻ പരമായിട്ട് നല്ല കോഴ്സുകളും ഓട്ടോകാഡ് RRBയുടെ SSBയുടെ അങ്ങനെ കണ്ടിട്ടുണ്ട് നേരത്തെ. എന്റെ ഇവിടെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് നിങ്ങളെ കുറിച്ച്. എനിക്ക് അറിയാം ഓൾറെഡി അത്യാവശ്യം നല്ലതായിരിക്കും. നമുക്കൊക്കെ അറിയാം. അപ്പം നേരത്തെ അമൽ എവിടെ പഠിച്ചേ? കോളേജ് എവിടെ പഠിച്ചിരുന്നേ? ഞാൻ ഡിസ്ട്രിക്ട് കോളേജ് എന്ന് പറയും, ഡീപ്പോൾ അങ്കമാലിയിൽ. ഈ പ്ലേസ്മെന്റ് ഡ്രൈവിനെ പറ്റി എങ്ങനെ അറിഞ്ഞേ? ഇങ്ങനെ പ്ലേസ്മെന്റ് ഡ്രൈവ് അവോധ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ? എന്റെ ഫ്രണ്ട് അവിടെ നിവിൻ എന്ന് പറയും, പുള്ളി വഴിയാണ് ഞാൻ അറിയുന്നത്. പുള്ളിയുടെ വൈഫ് വഴിയാണ് അറിയുന്നത്. അങ്ങനെ അറിഞ്ഞല്ലേ? ഓക്കെ, ഇപ്പം പ്ലേസ്മെന്റ് ഡ്രൈവ് അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ സാധാരണ ഒരു കമ്പനീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം 2 പ്ലേസ്മെന്റ് ഡ്രൈവിന് പോയിട്ടുണ്ട്. അവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 10 to 15,000 സാലറി വരെ പ്രതീക്ഷിക്കും ജോബ് അവിടെ. പക്ഷെ അവോധയുടെ വന്നതില് എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു 40,000 പ്ലസ് ആണ് അവര് പറയുന്നത് സാലറി. ട്രെയിനിങ്ങിന്റെ ടൈമില് സ്റ്റൈഫൻഡ് ആയിട്ട് ഒരു 10,000 to 20,000 അടക്കം അവര് ഓഫർ ചെയ്യുന്നുണ്ട് സ്റ്റൈഫൻഡ് ആയിട്ട്. ഏകദേശം 6 to 8 months ആണ് അവർ ട്രെയിനിങ് പറയുന്നത്. അവന്റെ ഇടക്ക് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 40+ സാലറി വരും. കുഴപ്പമില്ല, എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. അപ്പൊ അതാണ് നല്ല കമ്പനീസ് ആണ് വന്നതെന്ന് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ ഹെഡ്ജ് അതുപോലത്തെ നല്ല ടോപ്പ് കമ്പനീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ടോപ്പ് എഡ്ജ് പോലെ കമ്പനീസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ഹെഡ്ജിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും അറിയിക്കാൻ തന്നെ പറഞ്ഞത്. അവരും ഇന്റർവ്യൂ എടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓക്കെ, അപ്പം ഇതേപോലെ പ്ലേസ്മെന്റ് ഡ്രൈവുകൾ അവോധ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ അതിനെ കുറിച്ച് അമലിന്റെ ഒരു ഒപ്പീനിയൻ എന്താ? നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മളെ പോലെ ഇപ്പൊ ഞാൻ വർക്കിംഗ് ആണ്. അപ്പൊ എന്നെ പോലെ അല്ലാത്ത ഇഷ്ടംപോലെ പിള്ളേര് ഡിഗ്രി കഴിഞ്ഞിട്ടും അതിന്റെ അതേ ലെവലുള്ള ജോലികൾ കിട്ടാണ്ട് പുറത്ത് നിൽപ്പുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു നല്ല സ്കോപ്പോടെ കാര്യങ്ങൾ അവോധയുടെ ഈ പ്ലേസ്മെന്റ് നല്ല രീതിയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ല കമ്പനീസ് തന്നെയാണ് വന്ന കമ്പനീസ് ഒക്കെ അത്യാവശ്യം നല്ല കമ്പനീസ് തന്നെയാണ്. ഓഫർ ചെയ്ത ജോബും എല്ലാം അത്യാവശ്യം മാർക്കറ്റിംഗ് ഹെഡ് മുതൽ മാനേജർ സെക്ഷനിലേക്കുള്ള ജോലിയായിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല വൈറ്റ് കോളർ ജോബ്സ് ആയിരുന്നു അവര് ഓഫർ ചെയ്തിരുന്നത്. അതിൽ അപ്ലൈ ചെയ്യുന്ന 2 ഇടത്തുനിന്നാണ് അമലിനെ കോണ്ടാക്ട് ചെയ്തേക്കുന്നത്? കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ അമൽ ചൂസ് ചെയ്തേക്കുന്ന ഇപ്പം കണ്ണൂർ ബേസ്ഡ് കമ്പനി ആണല്ലേ?
കണ്ണൂർ ബേസ്ഡ് കമ്പനി. ഞാൻ ആകെ 4 കമ്പനീസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. 4 അറ്റൻഡ് ചെയ്തോളാം. അവിടെ നിന്നാണ് 2 പേര് കോൺടാക്ട് ചെയ്തല്ലേ? അതുപോലെ തന്നെ ഹെഡ്, പിന്നെ ഒരു കമ്പനീസ് അയോർകെയർ എന്നുള്ള കമ്പനീസ് 4 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് 2 വിളിച്ചു. ട്യൂസ്ഡേ ജോയിൻ ചെയ്യുന്നല്ലേ? ട്യൂസ്ഡേ അവര് പറഞ്ഞു ഇന്ന് കോൾ ചെയ്യാൻ പറഞ്ഞു. ഇന്ന് കോൾ ചെയ്യാൻ. അപ്പൊ അവർ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. അമല ഇത്ര ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യുന്നതിന് വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ താങ്ക് യു. സെമിനാർ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.